അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. ഇത് മൊഡ്യൂൾ 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 പഠിക്കുന്നത് എന്നുള്ളത് ആദ്യമേ പറയാം. നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്, അതായത് അതിനകത്ത് വരുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. പിന്നീട് സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ് പമ്പുണ്ട്, അതിനകത്ത് ക്ലാസിഫിക്കേഷനാണ്. പിന്നെ സ്ലിപ്പ്, നെഗറ്റീവ് സ്ലിപ്പ് ആൻഡ് വർക്ക് റിക്വയർഡ് ആൻഡ് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് പഠിച്ചതുപോലെ തന്നെ വർക്ക് റിക്വയർഡ് എഫിഷ്യൻസിയുടെ കാൽക്കുലേഷനും. പിന്നെ ഇതിനകത്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിനകത്ത് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. പിന്നെ ആക്സലറേഷൻ ഹെഡ് കണ്ടുപിടിക്കുന്നതുണ്ട്. പിന്നെ എഫക്ട് ഓഫ് ആക്സലറേഷൻ ആൻഡ് ഫ്രിക്ഷൻ ഓൺ ഇൻഡിക്കേറ്റർ ഡയഗ്രാമത്തിനകത്ത് ആക്സലറേഷൻ്റെയും ഫ്രിക്ഷൻ്റെ എഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്പീഡ് കാൽക്കുലേഷൻ, എയർ വെസൽ ആൻഡ് ദെയർ പർപ്പസസ്. നമ്മൾ എയർ വെസൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ സേവിങ് ഇൻ വർക്ക് ഡൺ ബൈ യൂസിങ് എയർ വെസൽസ്, മൾട്ടി സിലിണ്ടർ പമ്പ്സ്, മൾട്ടി സ്റ്റേജ് പമ്പ്സ്, സെലക്ഷൻ ഓഫ് പമ്പ്സ്, പമ്പിംഗ് ഡിവൈസസ്, ഹൈഡ്രോളിക് അക്യുമുലേറ്റർ, ഇൻറ്റൻസിഫയർ, ജെറ്റ് പമ്പ്സ്, ഗിയർ പമ്പ്സ്, വെയിൻ പമ്പ് ആൻഡ് ലോ പമ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യം നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ അകത്ത് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. എന്താണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്? അതായത് നമ്മൾ നോർമലി ഒരു പമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജിയാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇഞ്ചക്ഷൻ നീഡിൽ ചെയ്യുന്ന അതേ ഒരു വർക്കിംഗ് ആണ് നമ്മളിവിടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇത് തന്നെയാണ് നമ്മളുടെ എൻജിൻ്റെ ഇതും വരുന്നത്, എൻജിൻ ഓപ്പറേഷനും വരുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ sucks the liquid into a cylinder in which the piston is reciprocating. അതായത് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡിനെ സക്ക് ചെയ്തെടുക്കും. അതാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ എനർജി പ്രൊവൈഡ് ചെയ്യണം. വി ആർ പ്രൊവൈഡിങ് എനർജി, അതായത് മെക്കാനിക്കൽ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹൈഡ്രോളിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ പുഷ് ചെയ്ത് നീക്കുകയും സക്ഷനിലൂടെയും ഒക്കെയാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. The piston exerts a thrust on the liquid and increases its hydraulic energy. അതായത് പുഷ് ചെയ്ത് ത്രസ്റ്റ് കൊടുത്ത് ആണ് അത് ഹൈഡ്രോളിക് എനർജി അച്ചീവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് സിൻസ് ഇറ്റ് ഡിസ്ചാർജസ് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഡ്യൂറിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് പിസ്റ്റൺ. അതായത് അതിനെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് എപ്പോഴും അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്ത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞായിരുന്നു. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് റോട്ടോ ഡൈനാമിക് പമ്പാണ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. എന്താണ് റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. റൊട്ടേഷണൽ ആക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പായിരുന്നു സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇവിടെ പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിൽ വരുമ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ട് ത്രസ്റ്റ് ഫോഴ്സ് കൊണ്ട് അതിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് തള്ളുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പമ്പിങ് ആക്ഷൻ നടക്കില്ല. സെൻട്രിഫ്യൂഗൽ പമ്പിൽ നമുക്ക് ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പമ്പിങ് ആക്ഷൻ നടക്കും. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി വാൾവ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പമ്പിങ് നടക്കില്ല. നമുക്ക് പമ്പിങ് നടക്കില്ല എന്ന് മാത്രമല്ല, ബാക്ക് പ്രഷർ വരും, അത് മോട്ടറിനൊക്കെ പ്രോബ്ലംസ് വരും. അതായത് പമ്പ് മൂവ് ചെയ്യില്ല. സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് പമ്പ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെലിവറി വാൾവ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പമ്പ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെ നടക്കില്ല. So the main classification of reciprocating pumps. Reciprocating pumps are classified as follows. One of the classification is according to the action of the pump. അപ്പോൾ ഇത് പമ്പ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത്, അതായത് സിംഗിൾ ആക്ടിംഗ് ആണോ ഡബിൾ ആക്ടിംഗ് ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ, സിംഗിൾ ആക്ടിംഗ്, ഡബിൾ ആക്ടിംഗ്. ദെൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സിലിണ്ടർ, എത്ര സിലിണ്ടർ വരും എന്നുള്ള രീതിയിൽ നമുക്ക് സിംഗിൾ സിലിണ്ടർ, ഡബിൾ സിലിണ്ടർ, മൾട്ടി സിലിണ്ടർ പമ്പ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അക്കോർഡിംഗ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് എയർ വെസൽസ്, അപ്പോൾ എയർ വെസൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, വിത്ത് ഓർ വിത്തൗട്ട് എയർ വെസൽ. പെട്ടെന്ന് പോവാം. ദെൻ കമ്മിങ് ടു ദ മെയിൻ പാർട്സ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ ഡയഗ്രാം കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് വരച്ച് പഠിക്കണം. അതായത് നമ്മൾ ഈ പോർഷനാണ് നമുക്ക് എന്ത് വരുന്നത്, ക്രാങ്ക് വരുന്നത്. ഇതാണ് ക്രാങ്ക് കാണിച്ചിരിക്കുന്നത്, ഇത് ക്രാങ്ക് ആംഗിൾ. പിന്നെ അതൊരു കണക്റ്റിംഗ് റോഡ് ഉണ്ടാവും, നമ്മുടെ എൻജിൻ്റെ അതേ രീതിയാണ് വരുന്നത്. അപ്പോൾ ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, ദെൻ ഒരു പിസ്റ്റൺ റോഡ് ഉണ്ടാവും, അതിനുശേഷം പിസ്റ്റൺ വരും, ഇത് സിലിണ്ടർ. ഓക്കെ,
ഇതിൽ നമ്മൾ ഇൻലെറ്റ് സക്ഷൻ വാൾവ്, ഇത് നമ്മുടെ ഡെലിവറി വാൾവ്, ഇത് നമ്മളുടെ സമ്പ് അല്ലെങ്കിൽ വാട്ടർ ലെവൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആദ്യമേ ബാക്കിലേക്കുള്ള മൂവ്മെൻറ്റ്, അതായത് ബി ഡി സി ടു ടി ഡി സി ടു ബി ഡി സി. അപ്പോൾ എന്ത് പറ്റും, ഈ വാട്ടർ എൻട്രി ചെയ്യും. അപ്പോൾ ഈ സമയത്ത് സക്ഷൻ നടക്കുന്ന സമയത്ത് ഈ വാൾവ് ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഡെലിവറി നടക്കുന്ന സമയത്ത് ഈ വാൾവ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇതുവഴി നമ്മൾ ഓവർ ടാങ്കിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഇത് സക്ഷൻ ഹെഡ് കാണിക്കുന്നതാണ്. ഈ പോയിന്റിൽ നിന്ന് ഇവിടുത്തെ സമ്പിൻ്റെ ഈ ലെവൽ തൊട്ട് ഇവിടം വരെ സക്ഷൻ ഹെഡ് ആയിരിക്കും. സക്ഷൻ ഈ പോയിന്റ് വരെ സെൻറ്റർ വരെയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ സെൻറ്റർ വരെ സക്ഷൻ ഹെഡ്, അവിടെ നിന്ന് ഇവിടെ അങ്ങോട്ട് ഡെലിവറി ഹെഡ്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ പാർട്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സക്ഷൻ വാൾവ്, ഡെലിവറി വാൾവ്, സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ പാർട്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡയഗ്രാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വർക്കിങ്ങിലേക്ക് പോവുകയാണ്. വർക്കിംഗ് നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പിന്നെ അതിന് ഒന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇതൊക്കെയാണ്. ഡിസ്ചാർജ്, വർക്ക് ഡൺ ആൻഡ് പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അതായത് വെള്ളം ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഡിസ്ചാർജ്, വർക്ക് ഡൺ ആൻഡ് പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് വാട്ടർ ഈസ് ആക്ടിങ് ഓൺ വൺ സൈഡ് ഓഫ് ദ പിസ്റ്റൺ ഉള്ളി. വെള്ളം ഒരു സൈഡിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡബിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഈ സൈഡിലും വാട്ടർ ഉണ്ടാവും. അതായത് രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് പമ്പിങ് നടന്നുകൊണ്ടിരിക്കും രണ്ട് സൈഡിൽ നിന്നും. അപ്പോൾ ഇത് നമ്മൾ സിംഗിൾ ആക്ടിങ് ആണ് പറയുന്നത്, ഒരു സൈഡിൽ മാത്രമല്ല. ഈ ഒരു ഫിഗർ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ, നമുക്ക് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ അറിയാം. പിന്നെ ഈ സിലിണ്ടർ ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഇല്ലേ, അതാണ് ഏരിയ എന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, π/4 d². ഓക്കെ, π/4 d², where d is the diameter. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോളിയം ഓഫ് ലിക്വിഡ് ഡെലിവേർഡ് ഇൻ 1 revolution. ഒരു റെവല്യൂഷനിൽ നമുക്ക് എത്രത്തോളം വോളിയം ഓഫ് ലിക്വിഡ് പമ്പ് ചെയ്യാൻ കഴിയുന്നു. ഒറ്റ റെവല്യൂഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, എത്രത്തോളം ലിക്വിഡ് പമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വോളിയം ഓഫ് ലിക്വിഡ് നമുക്ക് അറിയാം. എന്താണ് വോളിയം ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈക്വൽ ടു ഏരിയ ഓഫ് പിസ്റ്റൺ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത്. എന്താണ് ഈ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് പിസ്റ്റൺ ഒരു പ്രാവശ്യം ഇവിടം തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ്, അതായത് ബി ഡി സി ടു ടി ഡി സി വരെ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ആ സമയത്ത് സെപ്റ്റ് ചെയ്യുന്ന ലെങ്ത്തിനെയാണ് നമ്മൾ എന്താ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്, ആ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ഇൻറ്റു നമ്മൾ എന്ത് ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി വിൽ ബി ഗെറ്റിംഗ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ. അതായിരിക്കും അത്രയും വോളിയത്തിലുള്ള ലിക്വിഡ് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ദ അത്രയും വോളിയം ഓഫ് ദ ലിക്വിഡ് തന്നെയായിരിക്കും നമ്മൾ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് നമുക്ക് എങ്ങനെ കാണാം, ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് പെർ സെക്കൻഡ്, ക്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും, വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഡിസ്ചാർജ് ഓഫ് ദ ലിക്വിഡ് ഇൻ 1 revolution. നമ്മളിപ്പോൾ ഒരു റെവല്യൂഷൻ മാത്രമേ പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, അത്രത്തോളം നമുക്ക് ഡിസ്ചാർജ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ക്രാങ്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇവിടെ തിരിച്ച് വരുമ്പോഴാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ആക്ഷൻ എന്തൊക്കെയാണ്, പിസ്റ്റൺ ആദ്യമേ ഇവിടെ ആയിരിക്കും, ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് പിസ്റ്റൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിസ്റ്റൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടം വരെ പോകും, പിന്നെ അത് തിരിച്ച് ഇവിടം വരെ വരും, ബി ഡി സി വരെ പോയി, പിന്നെ തിരിച്ച് ടി ഡി സിയിൽ വരും. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അപ്പോൾ എത്രത്തോളം വോളിയം ഓഫ് ലിക്വിഡ് ആയിരിക്കും പമ്പ് ചെയ്യുന്നത്, ആദ്യമേ എത്രത്തോളം കയറുന്നു ആ ഒരു പമ്പിങ് അത്രയും ആ സെയിം വോളിയം. അപ്പോൾ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇത് സിംഗിൾ ആക്ടിങ് ആണ്. അപ്പോൾ ഒരു ഇതിൻ്റെ സിലിണ്ടറിൻ്റെ വോളിയം മാത്രമേ പമ്പ് ചെയ്യപ്പെടുന്നുള്ളൂ ഒരു റെവല്യൂഷനിൽ. ഓക്കെ,
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അറിയാം. അപ്പോൾ 10 റെവല്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് നമ്മൾ ചെയ്തില്ലേ, എ ഇൻറ്റു അല്ലേ, ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. അതെങ്ങനെ കിട്ടിയെന്നുള്ള മനസ്സിലായാലോ. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്യുമ്പോൾ വോളിയം ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഉണ്ട്, 10 റെവല്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 റെവല്യൂഷന് ഡിസ്ചാർജ് ഉണ്ടാവുന്ന ഡിസ്ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡാണ് പറയുന്നത്. അതായത് ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ഇൻറ്റു ചെയ്യുമ്പോൾ വോളിയം ഇൻറ്റു ആ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇപ്പോൾ എഫ് എൻ ഈസ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ മിനിറ്റ്, അതായത് RPM ആണ് N എന്നുണ്ടെങ്കിൽ Q = എന്തെന്ന് വരും, ALN/60. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Q = ALN/60, where A is the area of the cylinder, cross sectional area of the cylinder, L is the length അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്, N എന്ന് പറയുന്നത് എന്താണ്, RPM, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 60 കൊടുത്തത്. ഓക്കെ, റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആയത്, N എന്ന് പറയുന്നത് റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ /60 കൊടുത്തത്. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത്. Q = ALN/60. അപ്പോൾ Q = ALN/60 ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഒരു റെസിപ്രോക്കേറ്റിംഗ് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജ് Q = ALN/60 ആണ് എന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് ഓഫ് വാട്ടർ വിൽ ബി ഡെലിവേർഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് പെർ സെക്കൻഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ്, അതായത് ഇത് ഫോഴ്സാണ് പറയുന്നത്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ആണ്, മാസല്ല. മാസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ρQ കൊണ്ട്, ഡെൻസിറ്റി കൊണ്ട് ഡിസ്ചാർജിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാസ് ഓഫ് വാട്ടർ ഡെലിവേർഡ് എന്ന് പറയാം. ഓക്കെ, ρQ ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ചെയ്യുന്നതാണല്ലോ മാസ് ഓഫ് വാട്ടർ ഡെലിവേർഡ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടും. ഓക്കെ, അതായത് G, ρQg ആണ് യഥാർത്ഥത്തിൽ ρg ആണ് യഥാർത്ഥത്തിൽ W എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ, W എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ആണ്, സ്മോൾ w എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് = ρg, ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. അപ്പോൾ നമ്മളിതിപ്പോൾ എന്ത് ചെയ്യുന്നത്, ρQg ചെയ്തതിന് തുല്യമാണത്, അതായത് വെയിറ്റ് കിട്ടും. ഓക്കെ, ρQg വെയിറ്റ് താഴേക്ക് ന്യൂട്ടണിൽ കിട്ടും, ന്യൂട്ടൺ പെർ സെക്കൻഡിലാണ് വരുന്നത് ഇവിടെ നമ്മൾ, കാരണം Q എന്താണ് പെർ സെക്കൻഡിലല്ലേ. അപ്പോൾ ρQg അല്ലെങ്കിൽ W × G, ദാറ്റ് ഈസ് W × ALN/60, where W is the specific weight of the liquid in Newton per meter cube. So അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡെലിവേർഡ്. ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓർ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓർ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. അപ്പോൾ പവർ ഇവിടെ നമുക്ക് കിട്ടുന്ന വാട്ട്സിലായിരിക്കും, കാരണം വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ പവർ റിക്വയർഡ് എന്ന് പറയുന്നത് നമുക്ക് ജൂൾസ് പെർ സെക്കൻഡ് അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാട്ട്സിലാണ് നമുക്ക് പവർ റിക്വയർഡ് കിട്ടുന്നത്. അപ്പോൾ അതെന്താണ്, ഇതിനെന്ത് ചെയ്താൽ മതി, നമ്മൾ എത്രത്തോളം വെയിറ്റ് ഉണ്ട് ആ വെയിറ്റിനെ നമ്മൾ എത്ര ഹൈറ്റിലേക്കാണ് പമ്പ് ചെയ്യുന്നത്, എവിടം തൊട്ട് എവിടം വരെയാണ് ഈ വെയിറ്റ് ഞാൻ പമ്പ് ചെയ്യുന്നത്, ഇവിടം തൊട്ട് ഈ ഒരു ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വെയിറ്റിന് നമ്മൾ ഇത്രയും ഹൈറ്റിൽ പമ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ട അത്രയും പൊട്ടൻഷ്യൽ എനർജി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എത്രയാണ്, HS + HD, ടോട്ടൽ ഹൈറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ്, ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഇൻറ്റു HS + HD. ഓക്കെ, നമ്മൾ MGH തന്നെയാണ് ഈ ഇക്വേഷൻ. അതായത് MGക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തതുകൊണ്ട് MGക്ക് പകരമാണ് നമുക്കിത് വന്നേക്കുന്നത്, W വെയിറ്റ് ഓഫ് ദ വാട്ടർ, ക്യാപിറ്റൽ W. ഓക്കെ, W × HS + HD, അതായത് സ്മോൾ w × ALN/60 × HS + HD. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് വേണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇത്, അല്ലെങ്കിൽ പവർ നമുക്ക് എങ്ങനെ പറയാം, പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്. എഴുതുകയും വീഡിയോയും കൂടി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, എൻ്റെ കൂടി കുറിച്ച് നടക്കുന്നില്ല. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് = എന്തെന്ന് പറയാം, നമ്മൾ കിലോ വാട്ട്സിലാണെന്നുണ്ടെങ്കിൽ ഈ ടേമിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1000 കൊണ്ട്, ഇതിപ്പോൾ നമുക്ക് വാട്ട്സിലായിരിക്കും കിട്ടുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ വരുന്നത് ഈ പവർ റിക്വയർഡ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് വാട്ട്സിലാണ്. നമ്മൾ കിലോ വാട്ട്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, /1000, W × ALN/60 × HS + HD, സക്ഷൻ ഹെഡ് + ഡെലിവറി ഹെഡ് /1000.
സക്ഷൻ ലിഫ്റ്റ് പ്ലസ് ഡെലിവറി ലിഫ്റ്റ് ഡിവൈഡ് ബൈ 1000. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ. ഇത് നമ്മൾ ഏത് യൂണിറ്റിലായിരിക്കും വരുന്നത്? ദിസ് വിൽ ബി ഇൻ കിലോ വാട്ട്സ്. നമ്മൾ ഞാൻ അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ചാർജ് വർക്ക് ഡൺ ആൻഡ് പവർ റിക്വയർഡ് ടു ഡ്രൈവ് എ ഡബിൾ ആക്ടിംഗ് പമ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? സിംഗിൾ ആക്ടിംഗ് പമ്പിൻ്റെ കേസിലാണ്. സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പോൾ എന്താണ് ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്നുള്ളത് ആദ്യം നോക്കാം. ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. അതായത് ബാക്ക് സൈഡിലും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ BDC എന്ന് പറഞ്ഞില്ലേ, ആ പൊസിഷനിലും നമുക്ക് എന്തുണ്ടാവും? ഒരു സക്ഷൻ വാൾവും ഒരു ഡെലിവറി വാൾവും ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അത് ഫോർവേഡും ബാക്ക്വേർഡ് മൂവ്മെൻറ്റിലും, പിസ്റ്റൻ്റെ ഫോർവേഡും ബാക്ക്വേർഡ് മൂവ്മെൻറ്റിലും നമുക്ക് എന്തുണ്ടാവും? ഡെലിവറി ഉണ്ടാവും. ഫോർവേഡ് മൂവ്മെൻറ്റിൽ ഡെലിവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണക്ക് തന്നെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റിൽ ഇവിടെ ഈ സൈഡിൽ സക്ഷൻ നടക്കുമ്പോൾ ഈ സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? ഡെലിവറി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എൻ്റർ ചെയ്യുന്ന ഇത് ഈ പൊസിഷനിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഇതിൽ വഴി എൻ്റർ ചെയ്ത് ഇത് വഴിയാണ് ഡെലിവറി എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പൊസിഷനിൽ നിന്ന് എൻ്റർ ചെയ്തിട്ട് ഇതാണ് സക്ഷൻ വാൾവ്, ഈ സൈഡിൽ ഇതുവഴി ഡെലിവറി നടക്കണം. അപ്പോൾ നമ്മളതൊന്ന് ചിന്തിച്ച് നോക്കുക. ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് ദ പിസ്റ്റൺ ഒന്ന് ചിന്തിച്ച് നോക്കുക. പിസ്റ്റൺ ഇവിടെ നിന്നും ഇവിടേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഡെലിവറി നടക്കും. അപ്പോൾ ഇപ്പർ സൈഡിൽ എന്ത് സംഭവിക്കും? ഇവിടെ സക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ഡെലിവറി വാൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സൈഡിൽ സക്ഷൻ വാൾവ് ഓപ്പൺ ആവും. സിമിലർലി ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ ഇവിടെയുള്ള സക്ഷൻ വാൾവ് ഓപ്പൺ ആവും. സൈമിൾട്ടേനിയസ്ലി ഇവിടെയുള്ള ഡെലിവറി വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ ഈ സൈഡിൽ സക്ഷൻ ഡെലിവറി നടക്കും, ഈ സൈഡിൽ സക്ഷൻ നടക്കും. ഓക്കെ, ബാക്ക്വേർഡ് മൂവ്മെൻറ്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിൽ ഇതിവിടെ കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പൈപ്പിൽ നമുക്ക് എപ്പോഴും ഇത് കഴിഞ്ഞിട്ടുള്ള പൈപ്പിൽ നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഡെലിവറി ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഡെലിവറി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ സിംഗിൾ ആക്ടിങ്ങിൻ്റെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമ്മൾ എടുത്ത് എന്തായിരുന്നു? ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്തത് എങ്ങനെയായിരുന്നു? നമ്മൾ ഏരിയ = π/4d² എന്ന് പറഞ്ഞിട്ട് എടുത്തു അല്ലേ? ഏരിയ = ഏരിയ ഓഫ് ദ സിലിണ്ടർ = π/4d². പക്ഷേ ഇവിടെ നമ്മൾ ഡബിൾ ആക്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു സ്പേസ് റിമൂവ് ചെയ്യേണ്ടി വരും. അതായത് π/4d² ആണ് ഏരിയ ഓഫ് ദ ഒരു സൈഡിൽ ഏരിയ എന്ന് പറയുമ്പോൾ, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ, മറ്റേ സൈഡിൽ നമ്മൾ ഈ സൈഡിൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം? π/4d². അതായത് സിലിണ്ടറിൻ്റെ ഏരിയ π/4d², വേർ ക്യാപിറ്റൽ D is the diameter of the cylinder, π/4d² minus π/4 small d², where small d is the diameter of the piston rod. കാരണം നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കളയണ്ടേ? നമുക്ക് ഈ റിമൈനിങ് പോർഷനിലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. ഈ റോഡ് കുറച്ച് സ്പേസ് ഓക്കുപൈ ചെയ്യത്തില്ലേ? അവിടെ നമുക്ക് വെള്ളം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാകുന്ന സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ മൈനസ് π/4d², അതായത് പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? എഫക്റ്റീവ് ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ഈ സൈഡിലുള്ളത് കിട്ടത്തുള്ളൂ. ഈ സൈഡിൽ π/4 ക്യാപിറ്റൽ D² തന്നെയാണ് എപ്പോഴും ഉണ്ടാവും. π/4 ക്യാപിറ്റൽ D². പക്ഷേ ഈ സൈഡിൽ വരുമ്പോൾ π/4d² മൈനസ് π/4 സ്മോൾ d², വേർ സ്മോൾ d is the ക്രോസ് സെക്ഷണൽ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ റോഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ π/4 ക്യാപിറ്റൽ D² ആണ് ഏരിയ ഓൺ വൺ സൈഡ് ഓഫ് ദ പിസ്റ്റൺ. മറ്റേ സൈഡിൽ വരുന്നത് A = π/4d² മൈനസ് π/4 സ്മോൾ d². അപ്പോൾ ഈ ഇക്വേഷൻ വരും. ഓക്കെ, അതാണ് അതിൽ അധികം ഡീറ്റെയിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ഈ രീതിയിൽ വരും. ഇപ്പോൾ സ്മോൾ d വളരെ സ്മോളാണ്, നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ടേക്കിംഗ് D = 0 എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിൻ്റെ ഡബിൾ വരും. ഡബിൾ ആക്ടിങ് 2 × W × ALN/60 × 1000 × HS + HD in kW. നമുക്ക് നേരത്തെ സിംഗിൾ ആക്ടിങ്ങിനകത്ത് വന്നതിൻ്റെ ഡബിൾ വരും ഇവിടെ. ഓക്കെ, WALN/60 × 1000. ഇതാണ് സിംഗിൾ ആക്ടിങ്ങിൻ്റെ. അതിൻ്റെ ഡബിൾ ആക്ടിങ് വരുമ്പോൾ നമുക്ക് അതേ ഇക്വേഷൻ 2 വരും. അത് നമ്മൾ എന്തുകൊണ്ടാണ് സ്മോൾ d, അതായത് ഡയമീറ്റർ ഓഫ് ദ റോഡ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുള്ളൂ. ഡയമീറ്റർ ഓഫ് ദ റോഡ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. നമുക്ക് അതിൻ്റെ കൂടി എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. എന്താ ഇവിടെ നമ്മൾ D0 എന്ന് പറഞ്ഞിട്ട് എടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അതും ചെക്ക് ചെയ്തോളാം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സ്ലിപ്പ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. എന്താണ് സ്ലിപ്പ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് തിയറട്ടിക്കൽ ഡിസ്ചാർജ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്.
തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇക്വേഷൻ 2 ALN/60 ഫോർ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും ALN/60 ഫോർ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തിയററ്റിക്കൽ ഡിസ്ചാർജും നമ്മളുടെ ആക്ച്വൽ ഡിസ്ചാർജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്ചാർജിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതും നമ്മളുടെ ആക്ച്വൽ ഡിസ്ചാർജ്, അതായത് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ആ ഒരു ഡിസ്ചാർജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലീക്കേജോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്രോബ്ലംസോ പൈപ്പ് ലൈനിലുള്ള ഫ്രിക്ഷൻ പ്രോബ്ലംസോ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഡിഫറൻസ് വരാനുള്ള കാരണം. നമ്മൾ തിയററ്റിക്കൽ ഡിസ്ചാർജിൽ ഫ്രിക്ഷനും ലീക്കേജും ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ആക്ച്വലി ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ ഉള്ള ഡിസ്ചാർജ് അത്രയും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്, സ്ലിപ്പ് ഓഫ് ദ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ. Q തിയററ്റിക്കൽ ആയിരിക്കും എപ്പോഴും വലുത്, Q ആക്ച്വൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ ഇൻറ്റു 100. അപ്പോൾ ഇതിനകത്ത് Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ എന്ന് പറയുന്ന ടേം ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ്. ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD. Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ എന്ന് പറയുന്നത് CD ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ലിപ്പിന് പെർസെൻറ്റേജ് സ്ലിപ്പിന് അങ്ങനെയും പറയാം, 1 - CD ഇൻറ്റു 100 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഡിസ്ചാർജ് Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ. അപ്പോൾ ചില കേസുകളിൽ സ്ലിപ്പ് നെഗറ്റീവ് ആവാറുണ്ട്. അതിനെ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയുന്നത്, അത് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, അതായത് ആക്ച്വൽ ഡിസ്ചാർജ് തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടിലും വലിയ വാല്യൂ വരുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ലിപ്പിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഉണ്ടാകുന്ന എപ്പോഴാണ്, എന്താ സക്ഷൻ്റെ പൈപ്പിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലാണെങ്കിലും ഡെലിവറി പൈപ്പ് വളരെ ചെറുതാണെങ്കിൽ, അങ്ങനെ പമ്പ് ഈസ് റണ്ണിങ് അറ്റ് വെരി ഹൈ സ്പീഡ്, അതായത് വളരെ ഇതിനകത്ത് ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സക്ഷൻ പൈപ്പിൻ്റെ ലെങ്ത്ത് വലിയ പൈപ്പ്, ഡെലിവറി പൈപ്പിൻ്റെ ലെങ്ത്ത് ചെറുത്, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ വരുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് സ്ലിപ്പ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. നെഗറ്റീവ് സ്ലിപ്പിൻ്റെ സ്ലിപ്പ് നെഗറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, now we'll look into a problem. For a single acting reciprocating pump, piston diameter is 150 mm, stroke length is 30 cm and the speed is 50 rpm. The pump is required to lift water to the height of 18 meter. Find the theoretical discharge if the actual discharge is 4 lps and mechanical efficiency is 80%. Find volumetric efficiency, slip, theoretical power and actual power required. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതൊരു യൂണിവേഴ്സിറ്റി പ്രോബ്ലമാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ കറക്റ്റായിട്ട് എടുത്ത് എഴുതുക. ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ആദ്യം അതാണ്. ഫോർ എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, പിസ്റ്റൺ ഡയമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാണ്, 150 mm. ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ഇസ് ഈക്വൽ ടു 150 mm. സ്ട്രോക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട്, പിസ്റ്റൻ്റെ സ്ട്രോക്ക് ലെങ്ത്ത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സിംഗിൾ ആക്ടിംഗ് ആണ്, സിംഗിൾ ആക്ടിംഗ് പമ്പാണ്. അവിടെ സ്ട്രോക്ക് ലെങ്ത് എന്നത് 30 cm ആണ് തന്നിരിക്കുന്നത്, 303 cm. ആൻഡ് സ്പീഡ് ഈസ് 50 rpm. സ്പീഡ് തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. ദ പമ്പ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് വാട്ടർ ടു എ ഹൈറ്റ് ഓഫ് 18 meter. നമുക്ക് എത്ര 18 meter ഹൈറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വാട്ടർ പമ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫൈൻഡ് തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് 4 liters per second. തിയററ്റിക്കൽ ഡിസ്ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, 4 liters per second തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് 80%. ദെൻ വോളിമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം, ദെൻ സ്ലിപ്പ് കണ്ടുപിടിക്കണം, തിയററ്റിക്കൽ പവർ, ആക്ച്വൽ പവർ. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ളത്. തിയററ്റിക്കൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, ALN/60. തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. സോ ALN/60, where A is the area, L is the stroke length, N എന്ന് പറയുന്ന RPM. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. Q തിയററ്റിക്കൽ എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ട്, എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ലെങ്ത്ത് സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഏരിയയുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതെ, ഇത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ദെൻ വോളിമെട്രിക് എഫിഷ്യൻസി. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്താണ്, വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. അതായത് ആക്ച്വൽ വോളിയം ബൈ സ്വിഫ്റ്റ് വോളിയമാണ് വോളിമെട്രിക് എഫിഷ്യൻസി. അത് നമുക്ക് വോളിമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതായത് ആക്ച്വൽ വോളിയം നമുക്ക് അറിയില്ല, അതിന് പകരം നമുക്ക് വോളിയത്തിന് സിമിലർ ആയിട്ട് വരുന്നതാണ് നമുക്ക് എന്താ, ഡിസ്ചാർജ്. വോളിയം ബൈ ടൈം ആണല്ലോ ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് വോളിയം അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി, Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ ഇൻറ്റു 100%.
നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ലിപ്പാണ്. സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജിൻ്റെ ഡിഫറൻസ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് അറിയാം, ആക്ച്വൽ ഡിസ്ചാർജ് അറിയാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പും കണ്ടുപിടിക്കാം. ഇതെല്ലാം ഡയറക്റ്റാണ്. ദെൻ തിയററ്റിക്കൽ പവറും ആക്ച്വൽ പവറും. തിയററ്റിക്കൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് വെയിറ്റ് ഇൻറ്റു ALN/60 ഇൻറ്റു 1000. ഇത് നമ്മൾ 1000ഉം 60 ഒക്കെ ചെയ്യുന്ന എന്തിനാണ്, എന്നിനെ RPM എന്നെ RPM തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് റൊട്ടേഷൻസ് പെർ സെക്കൻഡിലോട്ട് SI യൂണിറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. MKS സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ RPMത്തിനെ നമ്മൾ /60 ചെയ്യുമ്പോൾ സെക്കൻഡ്സിലായി, പിന്നെ /1000 ചെയ്യുമ്പോൾ അത് കിലോ വാട്ട്സിലാവും പവർ. ഓക്കെ, അപ്പോൾ W ഇൻറ്റു Q തിയററ്റിക്കൽ ഇൻറ്റു H, എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത്, ടോട്ടൽ ഹൈറ്റ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, MGH എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്ത് തിയററ്റിക്കൽ പവറും കണ്ടുപിടിച്ചു. ദെൻ ആക്ച്വൽ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ആക്ച്വൽ പവർ. തിയററ്റിക്കൽ പവറിൻ്റെ അത്രയും നമുക്ക് ആക്ച്വൽ പവർ കിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, മെക്കാനിക്കൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ പവർ കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, തനിയെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ റെഫർ ചെയ്യുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ റെഫർ ചെയ്യുക. ഇത് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് പ്രോബ്ലം ആണ്, ഈസി പ്രോബ്ലം ആണ്, ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മളൊരു ഡയഗ്രാമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രോക്ക് ലെങ്ത് മാർക്ക് ചെയ്യും. അതായത് പിസ്റ്റൺ സ്വീപ്പ് ചെയ്യുന്ന ആ ലെങ്ത് ഉണ്ടല്ലോ, അതിനാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് നമ്മൾ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യും. വൈ ആക്സിസിൽ പ്രഷർ ഹെഡ്, സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, വൈ ആക്സിസിൽ മാർക്ക് ചെയ്യും. ഇത് തമ്മിലുള്ള പ്ലോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണുകയാണെങ്കിൽ ഇതാണ് ആ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് നമ്മൾ എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്, സ്ട്രോക്ക് ലെങ്ത്. വൈ ആക്സിസിൽ പ്രഷർ ഹെഡ്. ഇവിടെ നോക്കുകയുണ്ടോ, സ്ട്രോക്ക് ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഈ A to B എന്ന് പറയുന്നത്, A എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ഏറ്റവും ടോപ്പ് ഡെഡ് സെൻറ്ററാണ് A. അവിടുന്ന് ഇത് B എന്ന് പറയുന്നത് ബോട്ടം ഡെഡ് സെൻറ്ററിൻ്റെ പൊസിഷനാണ് B. അപ്പോൾ നമ്മൾ പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, സക്ഷൻ ഉണ്ടാകും. ഓക്കെ, സക്ഷൻ സ്ട്രോക്ക്, അതായത് പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നു, സക്ഷൻ വാൾവ് ഈ സമയത്ത്. അപ്പോൾ അവിടെയുള്ള പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എന്താ, സക്ഷൻ ഹെഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് വരുന്നത് ഈ ഒരു ലൈനാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൻ്റെ ലൈൻ കാണിച്ചിരിക്കുന്നത്. 10.3 മീറ്റേഴ്സോ ആണ് നമ്മൾ 10.3 മീറ്റേഴ്സാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്. ഇത് ആബ്സലൂട്ട് പ്രഷർ ഹെഡിൻ്റെ ലൈനാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. ആബ്സലൂട്ട് പ്രഷർ ഹെഡ് അത് 0. ഇവിടെ നിന്ന് നമുക്ക് 10.3 വരുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് വരും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൽ നിന്നും താഴേക്കുള്ള ലൈൻ ആണ് നമുക്ക് എന്ത് വരുന്നത്, സക്ഷൻ ഹെഡ് വരിക. ഓക്കെ, നെഗറ്റീവ് ഹെഡായിരിക്കും അത്. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിനെക്കാളും കുറഞ്ഞ പ്രഷറായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ താഴേക്ക് വരുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിനെക്കാളും താഴേക്ക് വരുന്നത് അല്ലേ. ഓക്കെ, സോ സക്ഷൻ സ്ട്രോക്ക് വിൽ ബി സക്ഷൻ സ്ട്രോക്ക്, അതായത് പിസ്റ്റൺ നമുക്ക് സക്ഷൻ വാൾവ് ഓപ്പൺ ആക്കിയിട്ട് പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്ത് സക്ഷൻ നടക്കുന്ന സ്ട്രോക്കാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് HS, സക്ഷൻ ഹെഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈൻ ഇതാണെങ്കിൽ സക്ഷൻ ഹെഡ് ഇങ്ങനെ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പിസ്റ്റൺ ഏറ്റവും ബോട്ടം ഡെഡ് സെൻറ്റർ എത്തി. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും, ഇത് സക്ഷൻ വാൾവ് ക്ലോസ് ചെയ്തിട്ട് ഡെലിവറി വാൾവ് ഓപ്പൺ ആവും. ഡെലിവറി വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഉള്ള പൊസിഷനാണ്. അതായത് വീണ്ടും പിസ്റ്റൺ എന്ത് ചെയ്യും, ഫോർവേഡ് മൂവ് ചെയ്യും. പിസ്റ്റൺ ഇപ്പോൾ ഫോർവേഡ് മൂവ് ചെയ്യും, അതായത് BDCയിൽ നിന്നും TDCയിലേക്ക് മൂവ് ചെയ്യും. BDCയിൽ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഡെലിവറി സ്ട്രോക്ക് നടക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾ ലെങ്ത്ത് കണ്ട സ്ട്രോക്ക് ലെങ്ത്ത് തന്നെയാണ് ഇത് രണ്ടും കാണിച്ചിരിക്കുന്നത്, ആ ട്രാവലിംഗ്, പിസ്റ്റൻ്റെ ട്രാവലിംഗ്. അപ്പോൾ അവിടെ നിന്നും BDCയിൽ നിന്നും TDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡെലിവറി സ്ട്രോക്കായി. അപ്പോൾ അവിടെയുള്ള പ്രഷർ എന്തായിരിക്കും, ഡെലിവറി പ്രഷർ ഹെഡായിരിക്കും HD. ഓക്കെ, HD ഡെലിവറി പ്രഷർ ഹെഡ്. അപ്പോൾ ഇത് നോക്കുക കണ്ടോ, അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിനെക്കാട്ടും കൂടുതലാണ് എന്ത്, ഡെലിവറി പ്രഷർ ഹെഡ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ലൈനിൻ്റെ മുകളിലേക്ക് ഡെലിവറി പ്രഷർ ഹെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ ഹെഡ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരുന്നത്. ആക്ച്വലി ഉണ്ടാകുന്ന ഇതൊക്കെ അല്ല, ഇതൊരു ഐഡിയൽ കേസാണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇനി പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഐഡിയൽ കേസാണ് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഇതാണ്.
അതിനകത്ത് ഫസ്റ്റ് കേസ് ഇതിനകത്ത് ഒരു സ്ട്രോക്ക് ലെങ്ത് എക്സ് ആക്സിസ് വരും, പ്രഷർ ഹെഡ് വൈ ആക്സിസിൽ വരും. നമ്മൾ സ്ട്രോക്ക് ലെങ്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ആദ്യമേ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സക്ഷൻ സ്ട്രോക്ക് നടക്കും. പിന്നെ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡെലിവറി സ്ട്രോക്ക് നടക്കും. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ ഉണ്ടാകുന്ന ഹെഡ് എന്ന് പറയുന്നത് സക്ഷൻ ഹെഡ് ആയിരിക്കും. അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ലൈനിന് താഴേക്കാണ് വരുന്നത്. പിന്നെ ഡെലിവറി സ്ട്രോക്കിനകത്ത് ഡെലിവറി ഹെഡാണ് വരുന്നത്. അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ലൈനിന് മുകളിലേക്കായിരിക്കും വരുന്നത്. നമ്മൾ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ആബ്സൊല്യൂട്ട് പ്രഷർ ഹെഡാണ്, അത് സീറോ പ്രഷർ ഹെഡാണ്. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് ആബ്സൊല്യൂട്ട് സീറോ പ്രഷർ ഹെഡ് ലൈൻ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണ് എന്നുള്ളത്. ഇനി നമ്മളിതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടാവും, ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് എന്ന് പറയുന്നത് W ഇൻറ്റു സ്പെസിഫിക്, W എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ALN/60 ഇൻറ്റു HS + HD. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്, നേരത്തെ പറഞ്ഞ കാര്യമാണ്. W എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ്, W എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് വെയിറ്റ്. അതായത് W എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ρg ആണ് കേട്ടോ. റോ ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയാണ് W എന്ന് പറയുന്നത്. അപ്പോൾ W ഇൻറ്റു ALN/60, ALN/60 എന്താണ്, ഡിസ്ചാർജ് Q ഇൻറ്റു HS + HD. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ എന്താ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ്, ആ പമ്പ് ഡ്രൈവ് ചെയ്യാൻ ആവശ്യമുള്ള പവർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം പറഞ്ഞായിരുന്നു. പ്രഷർ ഹെഡ് വേഴ്സസ് സ്ട്രോക്ക് ലെങ്ത് ആണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്ന സക്ഷൻ സ്ട്രോക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. അതായത് A to B ആണ് സക്ഷൻ സ്ട്രോക്ക്, B to C എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രഷർ ഹെഡിന് വരുന്ന വ്യത്യാസമാണ്. പിന്നെ C to D എന്ന് പറയുന്നത് ഡെലിവറി സ്ട്രോക്ക്, D to A എന്ന് പറയുമ്പോൾ വീണ്ടും പ്രഷർ ഹെഡിന് വരുന്ന വ്യത്യാസമാണ്. അതായത് നമുക്കറിയാം സക്ഷൻ സമയത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ ലോ പ്രഷറാണ്. ഇതാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും താഴെയാണ് സക്ഷൻ സമയത്തുള്ള പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് സക്ഷൻ നടക്കുകയുള്ളൂ, എയർ അതിനകത്തേക്ക് കയറുള്ളൂ, എയറല്ല ലിക്വിഡ് അതിനകത്തേക്ക് കയറുള്ളൂ. പിന്നീട് നമ്മൾ ഡെലിവറി പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ഹെഡ് വളരെ വലുതാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും വളരെ ഹൈ പ്രഷറിലാണ് നമ്മൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ രീതിയിലാണ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ HS + HD എന്ന് പറയുന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ HS + HD? HS + HD നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ് HS + HD? HS + HD എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഈ BC എന്ന് പറയുന്നത്, അല്ലേ? BC എന്ന് പറയുന്നത് എന്താണ്, HS + HD ആണ്. അതായത് നമുക്കിവിടെ എഴുതിക്കൂടെ, പവർ റിക്വയർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, പവർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, W ഇൻറ്റു ALN/60 ഇൻറ്റു BC. അതായത് W ഇൻറ്റു ALN/60 ഇൻറ്റു എന്തെന്ന് എഴുതാം, BF + BC. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഈ L എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഈ സ്ട്രോക്ക് ലെങ്തിനെ നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് എന്താണ്, AB ആണ്. ദാറ്റ് ഈസ് AB ഇൻറ്റു BF + BC. അങ്ങനെയാവും